السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. അപ്പോൾ നമ്മുടെ കഥ എവിടെ എത്തി? Jody asked permission to bring Fawn to his house, and he is traveling with who? Traveling with Millville to the jungle, and by the way he refused Millville to join with him to bring Fawn to their house. യാത്ര തുടരാണ് അല്ലേ? അങ്ങനെ ഫോണിനെ കൊണ്ടുവരുന്നതിൽ കാട്ടിലെത്തിയപ്പോൾ he refused to join with Jody. Jody refused Millville to join with Jody to find the fawn in the jungle. കാട്ടിൽ വെച്ചിട്ട് ഫോണിനെ കണ്ടെത്തുന്ന ആ സംഗതിയിൽ നമ്മളെ മീൽവീലും കൂടെ ഉണ്ടാവുക എന്നുള്ളത് ജോഡി ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവൻ്റെ ഫീലിങ്ങുകളൊക്കെ അറിയണ്ട എന്ന് കരുതിയിട്ട് അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ പൊയ്ക്കോളി എന്നാണ് പറയണേ. ബാക്കി എന്താണെന്നോ? He said it is not far now. നമ്മളെ മീൽവീൽ പറയാണ് it is not far now. അത് വല്ലാ ദൂരത്തൊന്നല്ല. but the scrub is very thick for a horse. അപ്പം മീൽവീൽ പറയണെന്ത്? he said, മീൽവീൽ പറഞ്ഞു it is not far now. ഇതിവിടെ എത്തിയല്ലോ, നമ്മൾ മാനിനെ കണ്ട സ്ഥലം എത്താനായി. it is not far now, വളരെ ദൂരത്തൊന്നല്ല. but the scrub is very thick for a horse. scrub എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിയുള്ള പുല്ലുകൾ ഉണ്ടാവുമല്ലോ, ബുഷ്, അതാണ് സ്മോൾ ബുഷ്. ചെറിയ ബുഷുകളാണ്. പക്ഷെ കുതിരയുടെ കുളമ്പിന് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ടു വാക്ക്. അവർക്കത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ബട്ട് ദ സ്ക്രബ് ഈസ് വെരി തിക്ക് ഫോർ ഹോഴ്സ്. ഈ കുറ്റിച്ചെടികൾ കുതിരകൾക്ക് എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്, തിക്കാണ്, കഠിനമാണ്. അത് ഭയങ്കര കട്ടിയുള്ളതായി തോന്നുകയാണ് കുതിരൻ്റെ കുളമ്പിന്. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓൺ എ ഫുട്ട്. നമുക്കെന്താണ്, നടക്കാം. ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓൺ എ ഫുട്ട്. ഓൺ എ ഫുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കിംഗ്. നമുക്ക് രണ്ടുപേർക്കും ഇനി കുറച്ചും കൂടി ഒന്ന് നടക്കാനുള്ളൂ, നമുക്ക് നടക്കല്ലേ എന്ന് ചോദിച്ചു. ഓൺ എ ഫുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ്. എന്നിട്ട് പറയാണ് ബട്ട് ഐ ആം അഫ്രൈഡ് ടു ലീവ് യു. സോറി, ഹീ സെഡ് എന്ന് പറഞ്ഞാൽ ജോഡി പറഞ്ഞു എന്നാട്ടാ. ജോഡി പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ ഫാർ നൗ. നിങ്ങൾ പോയിക്കോളൂ, ഇനി വല്ലാ ദൂരമൊന്നുമില്ല. ബട്ട് ദ സ്ക്രബ് ഈസ് വെരി തിക്ക് ഫോർ ഹോഴ്സ്. കുതിരക്ക് ഈ കുറ്റിച്ചെടികളൊന്നും പറ്റുന്നില്ല. ഐ ക്യാൻ മേക്ക് ഇറ്റ് ഓൺ ഫുട്ട്. ഞാൻ ഇനി നടന്നോളാം, നിങ്ങൾ പോയിക്കോളി എന്ന് ജോഡി പറയും. അപ്പോൾ മീൽവീൽ പറയാണ് ബട്ട് ഐ ആം അഫ്രൈഡ് ടു ലീവ് യു ബോയ്. ബട്ട് ഞാൻ അഫ്രൈഡ് ടു ലീവ് യു. ഞാൻ എന്നെ ഇവിടെ ഇട്ട് പോകുന്നതിൽ പേടിയുണ്ട്. അഫ്രൈഡ്, ഞാൻ പേടിക്കുന്നു. ടു ലീവ് യു, ഐ എം വെരി അഫ്രൈഡ് ടു ലീവ് യു ഹിയർ ബോയ്. എൻ്റെ മോനെ, ഞാൻ എന്നെ ഇവിടെ ഇട്ട് പോവല് എനിക്ക് പേടിയുണ്ട്. സപ്പോസ് യു ഗോട്ട് ലോസ്. നിന്നെ നഷ്ടപ്പെട്ടു പോയാൽ. ഓർ ഗോട്ട് ബിറ്റൻ ബൈ ദ സ്നൈക്ക് ടു. നീ വേറെ ഏതെങ്കിലും പാമ്പ് എന്നെ കടിച്ചു പോയാലോ? എനിക്ക് എന്നെ ഇവിടെ ഇട്ട് പോകുന്നതിൽ എനിക്ക് പേടിയുണ്ട്. ഐ ആം അഫ്രൈഡ് ഓഫ് യു. വൈ? ബിക്കോസ് ഓഫ് maybe you got lost or you may be bitten by a snake. I am afraid to leave you in here. Then he replied. Who? Jody replied, I will take care. ഞാൻ സൂക്ഷിച്ചോളാം. I will take care. ഞാൻ സൂക്ഷിച്ചോളാം. It might take me a long time to find the phone. It might take me a long time to find the phone. ചിലപ്പം ചിലപ്പം അതെടുക്കാം. ടേക്ക് മീ എ ലോങ് ടൈം, കൂടുതൽ സമയം. ടു ഫൈൻഡ് ദ ഫോൺ, ആ മാൻപേടയെ കണ്ടെത്താൻ ചിലപ്പോൾ കൂടുതൽ ടൈം എടുത്തേക്കാം. അപ്പോൾ ഐ വിൽ ടേക്ക് കെയർ, ഞാൻ സൂക്ഷിച്ചോളാം, നിങ്ങൾ പോയിക്കോളി.
ഇഫ് ഹീ ഈസ് വണ്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടന്നു. ഇഫ് ഹീ ഈസ് വണ്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാവും. അപ്പോൾ എനിക്കെന്താണ് ആ ഫോണിന് കണ്ടെത്താൻ കുറച്ച് ടൈം എടുക്കും. ഐ വിൽ ടേക്ക് കെയർ, ഞാൻ സൂക്ഷിച്ചോളാം. ഇറ്റ് മൈ ടേക്ക് മീ എ ലോങ് ടൈം, കൂടുതൽ സമയമെടുക്കും ടു ഫൈൻഡ് ദ ഫോണിനെ കണ്ടെത്താൻ. ഇഫ് ഹീ ഈസ് വണ്ടേഡ്, ആ മാൻപേട ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ടൈം എടുക്കും അതിനെ കണ്ടെത്താൻ. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി. ലീവ് മീ ഓഫ് റൈറ്റ് ഹിയർ, ഇന്നിവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ പോയിക്കോളി. വാട്ട് ഹി റിപ്ലൈഡ് I will take long time to find the phone because maybe he wandered in the jungle without his mother. Leave me here. Leave me right now here. And you can leave from here. And Mealville replied, all right. Okay. But you take it easy now. Take it easy, man. സൂക്ഷിക്കണം കേട്ടോ, ഈസി ആയിട്ട് എടുക്ക്, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്ക് എന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോ ശൈലിയാണ്. ബട്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഈസി. യു നോ നോർത്ത് ഹിയർ ആൻഡ് ഈസ്റ്റ്. നിങ്ങൾക്ക് നോർത്തും ഈസ്റ്റൊക്കെ അറിയോ എന്ന് ചോദിക്കാണ്. വഴി അറിയണ്ടേ, കാട്ടിലല്ലേ. അപ്പോൾ യു നോ നോർത്ത് ഹിയർ ആൻഡ് ഈസ്റ്റ്, നോർത്തും ഈസ്റ്റൊക്കെ അറിയോ? ദർ ആൻഡ് ദർ. അപ്പോൾ മീൽവിൽ പറയാണ് അവിടെ ഇവിടെയാണ്. അവിടെ ഈസ്റ്റ് കാണിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞു, നോർത്ത് കാണിച്ചിട്ട് അവിടെയാണ്. നോർത്തും ഈസ്റ്റൊക്കെ അങ്ങനെയാണ്. ഇനി എനിക്കൊരു സൂചന കൂടി ഞാൻ തരാം. ദാറ്റ് ടോൾ പൈൻ, ആ വലിയ നീളം കൂടിയ പൈൻമരം ഉണ്ടല്ലോ, മേക്സ് എ ബിയറിംഗ്. അത് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദിക്കൊക്കെ നോക്കുന്ന കോമ്പസ് ആണ്. ആക്ട് ആസ് എ കോമ്പസ് ആൻഡ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ. നമ്മൾ ദിക്കുകൾ അല്ലേ, ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പസ് ഉണ്ട്. അതിന് പകരമായിട്ട്, അതിനാണ് ബിയറിംഗ് എന്ന് പറയാം. അപ്പോൾ ആ ബിയറിംഗ് പകരമായിട്ട് പൈൻമരം ആക്കിക്കോളും. അപ്പോൾ പൈൻമരം എങ്ങോട്ടാണോ ചായണത് അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിനക്ക് ദിക്ക് മനസ്സിലാക്കാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുത്തു, പൈൻമരം ഇങ്ങോട്ട് ചായയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈസ്റ്റാണ്, ഇങ്ങോട്ടാണ് വടക്ക്. അപ്പോൾ പൈൻമരം നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിനക്ക് പൈൻമരം നിൽക്കുന്ന സ്ഥലം നോർത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് വെസ്റ്റ്, അങ്ങനെയൊക്കെ നോർത്ത് സൗത്തൊക്കെ ആ പൈൻമരം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കൊടുത്തു. ദാറ്റ് ടോൾ പൈൻ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു മേക്ക് എ ബിയറിംഗ് ദാറ്റ് ആക്ട്സ് ആസ് എ കോമ്പസ് ആൻഡ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ. ആ പൈൻമരം മുൻനിർത്തിയിട്ട് ഇങ്ങനെ ദിശ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മീൽവിൽ പറയാണ് സോ ലോങ് ബൈ. സോ ലോങ്ങിൻ്റെ അർത്ഥം ബൈ ബൈ എന്നാണ് അർത്ഥം. സോ ലോങ് മീൽവിൽ ഐ ആം ഒബ്ലൈഡ്. അപ്പോൾ സോ ലോങ് ജോഡി പറയാണ് സോ ലോങ്, ഓക്കെ ബൈ ബൈ. സോ ലോങ് മീൽവിൽ, ബൈ ബൈ മീൽവിൽ, ഐ ആം ഒബ്ലൈഡ്, വെരി താങ്ക്ഫുൾ. ഒബ്ലൈഡ് എന്ന് പറഞ്ഞാൽ താങ്ക് യു. അപ്പോൾ അത് വേറൊരു ശൈലിയാണ്. സോ ലോങ് ബൈ, പിന്നെ കാണാമെന്നുള്ളൊരു അർത്ഥം സോ ലോങ് ബൈ. അപ്പോൾ ജോഡി പറയാണ് സോ ലോങ് മീൽവിലെ ബൈ ബൈ, ഐ ആം വെരി താങ്ക്ഫുൾ, ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ യു ബ്രിങ് ഹിയർ ടു ഫൈൻഡ് ദ ഫോൺ. ഇന്നെ ഇവിടെ കൊണ്ടുവന്നല്ലോ, ഫോണിനെ തരാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നല്ലോ, താങ്ക്സ്. ഇനി എന്താ ചെയ്യണം, നമ്മളെ ജോഡി എന്താ ചെയ്യണമെന്ന് നോക്കുക. ഹി വെയിറ്റഡ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ഹൂസ് ടു ദ എൻഡ്. ഹി വെയിറ്റഡ്, ജോഡി വെയിറ്റ് ചെയ്തു, ഫോർ ദ സൗണ്ട് ഓഫ് ദ ഹൂസ്. ഹൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഹൂഫ് എന്ന് പറഞ്ഞാൽ ഫീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ഫീറ്റാണ്? ഹോഴ്സിൻ്റെ ഫീറ്റ് എന്ന് അർത്ഥം വെക്കാം. അവിടെ ഫീറ്റ് എന്ന്, ഹൂഫ് എന്ന് പറഞ്ഞാൽ ഫീറ്റ്. അപ്പോൾ ഹി വെയിറ്റഡ്, അവ അങ്ങനെ വെയിറ്റ് ചെയ്തു, ഫോർ ദ സൗണ്ട് ഓഫ് ദ ഹൂഫ്സ് ടു ഹാൻഡ്, നമ്മളെ കുതിരയുടെ കുളമ്പടി ശബ്ദം. ഹൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റ് എന്ന് മാത്രമുള്ള അർത്ഥം, പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? കുതിര കുളമ്പടി. അപ്പോൾ കുതിരയുടെ കുളമ്പിൻ്റെ ശബ്ദം അവസാനിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. കാരണം മൂപ്പര് പോയതിന് ശേഷം ഇനി നമുക്ക് തരയല്ലോ എന്ന് കരുതിയിട്ട്. ഹി വെയിറ്റഡ് ഫോർ ദ സൗണ്ട് ഓഫ് ദ ഹൂസ് എൻഡ് ദെൻ കട്ട് ടു ദ റൈറ്റ്. പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു. ദ സ്ക്രബ് വാസ് സ്റ്റിൽ. അവിടെയും എന്തുണ്ട്? നല്ല കുറ്റിച്ചെടികളുണ്ട്. ഓൺലി ഹിസ് ഓൺ ക്രാക്ലിംഗ് ഓഫ് ടിഗ്സ്. ഓൺലി ഹിസ് ഓൺ, അവൻ്റെ ഓൺലി, അവിടെയൊക്കെ കുറ്റിച്ചെടി ഉണ്ട്. ഓൺലി ഹിസ് ഓൺ ക്രാക്ലിംഗ് ഓഫ് ടിഗ്സ്. ടിഗ്സ് പറഞ്ഞാൽ ക്രാക്ലിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക അല്ലേ, ക്രാക്കിൾ പൊട്ടിക്കുക, ഓഫ് ടിഗ്സ്. അപ്പോൾ കുറ്റിച്ചെടി ആകുമ്പോൾ കുറേ വടികളൊക്കെ അല്ലേ. അപ്പോൾ ഓൺലി ഹിസ് ഓൺ ക്രാക്ലിംഗ് ഓഫ് ടിഗ്സ്. ടിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി, ചെറിയ ചെറിയ
ചെടികളുടെ വടി. അപ്പോൾ ആ വടികൾ സൗണ്ടഡ്, പൊട്ടിക്കുന്ന സൗണ്ട്, ക്രാക്കിൾ എന്ന പൊട്ടിക്ക, ടിഗറും വടി, സൗണ്ടഡ് അക്രോസ് ദ സൈലൻസ്. അപ്പോൾ അങ്ങനെ കുറ്റിക്കരൂടെ നടക്കുമ്പോൾ ആ വടികളൊക്കെ പൊട്ടുന്ന സൗണ്ട് മാത്രം, ആ സൈലൻസ്, ആ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊക്കെ കാട്ടു പോകുമ്പോൾ ആണെങ്കിൽ ഇതിട്ടാകുമ്പോൾ ഇങ്ങനെ ചവിട്ടുമ്പോൾ പൊട്ടുമല്ലോ, ആ സൗണ്ട്, അതേപോലത്തെ സൗണ്ട് മാത്രമുള്ളൂ അവിടെ. ഹീ വണ്ടേഡ്. അപ്പോൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഫോർ ഇൻസ്റ്റൻറ്റ്, കുറച്ച് ടൈം. ഫോർ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ തലക്ഷണം എന്നാണ്, പക്ഷേ കുറച്ച് ടൈം അവങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഇഫ് ഹി ഹാഡ് എ മിസ്റ്റേക്ക് ഇൻ ഹിസ് ഡയറക്ഷൻ, ഓന് ഒരു ഡയറക്ഷൻ നഷ്ടപ്പെട്ട പോലെ കുറച്ചിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെന്താ സംഭവിച്ചത് നോക്കാം. Then a buzzard rose in front of him. Buzzard എന്ന് പറഞ്ഞാൽ കഴുകൻ, കഴുകൻ, കഴുകൻ. Then a buzzard rose in front of him. അവൻ്റെ മുമ്പിൽ കുറേ കഴുകന്മാരിങ്ങനെ റൈസ് ഉയർന്നിങ്ങനെ വന്നു, അല്ലെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നു. ഓഫ് ഹിം ആൻഡ് ഫ്ലാപ്പഡ് ഇൻ ടു ദ എയർ. ഫ്ലാപ്പഡ് എന്ന് പറഞ്ഞാൽ അവർ ചിറകടിക്കുക, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ. അപ്പോൾ പക്ഷികളാകുമ്പോൾ ചിറകടിച്ച് പറക്കുക, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ പറക്കുക എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫ്ലാപ്ഡ് ഇൻ ടു ദ എയർ, അവർ എയറിൽ ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഹീ കെയിം ടു ദ ക്ലിയറിംഗ് അണ്ടർ ദ ഓക്സ്. ഹീ കെയിം, നമ്മളെ ജോഡി വന്നു, ഇൻ ടു ദ ക്ലിയറിംഗ്. ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അണ്ടർ ദ ഓക്ക്, ഓക്ക് മരങ്ങളുടെ അടിയിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആര് വന്നു? നമ്മളെ ജോഡി വന്നു. അപ്പോൾ ബസാർഡ് എന്താ ചെയ്യണമെന്ന് നോക്കാം. ബസാർഡ് സാറ്റ് ഇൻ എ സർക്കിൾ അറൗണ്ട് ദ ക്രാക്കസ് ഓഫ് ദ ഡോ. ക്രാക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്, നമ്മളെ സുനാമിൻ്റെ ഇതിൽ അല്ലേ, ഡെഡ് ബോഡികൾ എന്നാണ്. അപ്പോൾ ബസാർഡ്സ്, കഴുകന്മാർ സാറ്റ് ഇരുന്നു ഇൻ എ സർക്കിൾ അറൗണ്ട് ദ കാർക്കസ് ഓഫ് ദ ഡോ. നമ്മൾ നേരത്തെ ഒരു ഡോനെ കൊന്നിട്ട് അതിൻ്റെ ലിവർ ഇതൊക്കെ എടുത്തുകൊണ്ടായല്ലോ, അപ്പോൾ അതിൻ്റെ ശവത്തിൻ്റെ ചുറ്റും, സർക്കിൾ അറൗണ്ട് ദ കാർക്കസ് ഓഫ് ദ ഡോ, ആ ശവത്തിൻ്റെ ചുറ്റുമാണ് ബസാർഡ് ഇങ്ങനെ ഇരിക്കുന്നത്. ദേ ടേൺ ദിയർ ഹെഡ്സ്. ബസാർഡ്സ് അവരുടെ തല തിരിച്ചു. ഓൺ ദിയർ ലോങ് സ്ക്രൗണി. ദേ ടേൺ ദിയർ ഹെഡ്സ്, അവരെ തല തിരിച്ചു. ഓൺ ദിയർ ലോങ് സ്ക്രോണി നെക്സ്, അവരുടെ മെലിഞ്ഞ, സ്ക്രോണി എന്ന് പറഞ്ഞാൽ തിൻ, മെലിഞ്ഞ കഴുത്ത്, കഴുത്തിൻ്റെ മേലുള്ള തല അങ്ങനെ തിരിച്ചു. ആൻഡ് ഹിസ്ഡ് അറ്റ് ഹിം. ഹിസ്ഡ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ ബസാർഡുകൾ ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, ആ സൗണ്ട് ഉണ്ടാക്കി. അവൻ്റെ ഹിസ്ഡ് അറ്റ് ഹിം എന്ന് പറഞ്ഞാൽ ഓനെ നോക്കിയിട്ട് ആ സൗണ്ട് ഉണ്ടാക്കി. ഒന്നും കൂടി പറയാണ്, ഇവനെ കണ്ടപ്പോൾ, ജോഡീനെ കണ്ടപ്പോൾ, ദേ ടേൺ ദിയർ ഹെഡ്സ്, അവരുടെ തല തിരിച്ചു. ഓൺ ദിയർ ലോങ് സ്ക്രോണി നെക്സ്, അവരുടെ മെലിഞ്ഞ ആ മെലിഞ്ഞ കഴുത്തിൻ്റെ മുകളിലുള്ള തല അങ്ങനെ തിരിച്ചു. ആൻഡ് ഹിസ്ഡ് അറ്റ് ഹിം, അവരുടെ ആ സൗണ്ട്, അവനെ നോക്കിയിട്ട് ആ സൗണ്ട് ഉണ്ടാക്കി. പക്ഷെ നമ്മളെ ജോഡി നല്ല ബ്രൈവറി ഉള്ള, നല്ല ധീരനാണ്. ഹീസ് എ ബ്രൈവ് ബോയ്, ഹീസ് എ ജെന്റിൽ ബോയ്. ഹീ ത്രൂ ഹിസ് ബോ. നമ്മളെ മൗഗ്ലിൻ്റെ കൈമുള്ള മാതിരി ഒരു ബോ, ഒരു വടിക്കഷ്ണം അവൻ്റെ കയ്യിലുണ്ട്. ബോ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ട്രീ, വടിക്കഷ്ണം അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം. അവനെന്താണ്? ഹീ ത്രൂ, അവൻ എറിഞ്ഞു. ഹിസ് ബോ, ഒരു മരക്കഷ്ണം. അർദ്ധം, ആ കഴുകന്മാരുടെ അടുത്ത് എറിഞ്ഞു. ആൻഡ് ദേ ഫ്ലൂ ഇൻ ടു എ അഡ്ജസൻറ്റ് ട്രീ. അവരൊന്നായിട്ട് എന്താണ്? ഫ്ലൂ, പറന്നു. ഇൻ ടു എൻ അഡ്ജസൻറ്റ് ട്രീ, അടുത്തുള്ള. അഡ്ജസൻ എന്ന് പറഞ്ഞാൽ നിയർ ബൈ. അഡ്ജസൻറ്റ് ആംഗിൾ, അഡ്ജസൻറ്റ് ട്രയാംഗിൾ എന്നൊക്കെ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അഡ്ജസൻറ്റ് ട്രീ, അടുത്തുള്ള മരത്തിലേക്ക് പറന്നുപോയി. ദ സാൻഡ് ഷോഡ് ലാർജ് കാറ്റ് പ്രിൻസ്. ദ സാൻഡ്, അടിയിലുള്ള മണലുകൾ, ദ സാൻഡ്, മണൽ, ഷോഡ്, അത് കാണിച്ചു. ലാർജ് കാറ്റ് പ്രിൻസ്, പൂച്ചയുടെ ആ പ്രിന്റ്, പൂച്ച നടന്നതിൻ്റെ പ്രിന്റ് അവിടെ ഇങ്ങനെ കാണാനുണ്ട്. ബട്ട് ദ ബിഗ് കാറ്റ്സ് കില്ഡ് ഫ്രഷ്. പക്ഷേ വലിയ പൂച്ച എന്താണ്? കില്ഡ് ഫ്രഷ്, വേറെ എന്തോ ഒരു ജീവനെ ഫ്രഷ് ആയിട്ട് അവിടെ എന്താണ്? കൊന്നിട്ടുണ്ട്. ആൻഡ് ദേ ഹാഡ് ലെഫ്റ്റ് ദ ഡോ. അപ്പോൾ പൂച്ചകളൊക്കെ എന്താണ്? വേറെ പൂച്ച അവിടെ ഉണ്ടേ, പൂച്ചനെ കുറിച്ച് പറയാൻ. ആൻഡ് ദേ ഹാഡ് ലെഫ്റ്റ് ദ ഡോ. അപ്പോൾ അവർക്ക് എന്താണ്? ഫ്രഷ് ആയിട്ട് വേറെ ഒന്നിനെ കൊന്നുകൊണ്ട് അവർ ഡോനെ ആർക്ക് കൊടുത്തു? കാരിയൻ ബേർഡ്സ്. കാരിയൻ ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബസാർഡിനെ പോലത്തെ ശവക്ക തിന്നുന്ന പക്ഷിയാണ്. അപ്പോൾ അവരെന്താണ്? ഈ കാരിയൻ ബേർഡ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബസാർഡാണ്. അപ്പോൾ പൂച്ചൻ്റെ ഇത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ വലിയ പൂച്ച എന്താണ്? വേറെ എന്തിനോ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ജീവിയെ പിടിച്ചപ്പോൾ ഇതൊക്കെ ഈ കഴുകന്മാർക്ക് വിട്ടെടുത്തുകാണ്ട് ഒരു പോയതാണ്. അതുകൊണ്ടാണ് കഴുകന്മാർ ഇപ്പോൾ ഇത് തിന്നണത്. ഓക്കെ. ദ സാൻഡ് ഷോഡ് എ ലാർജ് കാറ്റ് പ്രിൻസ്.
മണലിങ്ങനെ വലിയ പൂച്ചയുടെ പ്രിന്റുകളുണ്ട്. ബട്ട് ദ ബിഗ് കാറ്റ്സ് കിൽഡ് ഫ്രഷ്. പക്ഷെ വലിയ പൂച്ച, കാട്ടുപൂച്ചകൾ കേട്ടോ, അത് എന്താണ്, പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഏതോ ഒരു ജീവനെ കൊന്ന്, അതുകൊണ്ട് ഇത് എന്താണ്, ക്യാരിയോൺസിന് ഒഴിവാക്കിയിട്ട് പോയതാണ്, ശവം തിന്നുന്ന പക്ഷിയെ കിട്ടു പോയതാണ്. ഓക്കെ, അടുത്ത് ഹീ പാർട്ടഡ് ദ ഗ്രാസ് അറ്റ് ദ പ്ലേസ്. ഹീ പാർട്ടഡ്, നമ്മളെ ജോഡി എന്താണ്, പാർട്ടഡ് മൂവ് ചെയ്തു, അങ്ങനെ മുന്നോട്ട് പോയി. ദ ഗ്രാസ്, പുല്ലുകൾ, അറ്റ് ദ പ്ലേസ് വേർ ഹി ഹാഡ് സീൻ ദ ഫോൺ. അവൻ മുമ്പ് ഫോണിനെ എവിടെയാണോ കണ്ടത് ആ സ്ഥലത്തേക്ക് പുല്ലുകളൊക്കെ ഇങ്ങനെ താണ്ടിട്ട് അവൻ അങ്ങോട്ട് പോയി. It did not seem possible that it was only yesterday. It did not seem, അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ it not seem, അത് തോന്നുന്നില്ല, possible that it was only yesterday, ഇത് ഇന്നലെ നടന്ന സംഭവമാണെന്നൊന്നും അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ തോന്നുന്നില്ല. The phone was not there, ഫോൺ അവിടെ ഇല്ല. അങ്ങനെ ഇന്നലെ നടന്നപ്പോൾ അവിടെ ഉണ്ടാവേണ്ടിയല്ലേ ഫോണ്, പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഒന്ന് കുറേ പക്ഷികൾ അവിടെ തിന്നുന്നുണ്ട്, ഇതൊക്കെ കണ്ടപ്പോൾ അവിടെയും ഇവിടെയും ഒന്നും നമ്മളെ ഫോണിനെ കാണുന്നില്ല, അപ്പോൾ ഇതൊന്നും ഇന്നലെ നടന്നതല്ല എന്നാണ് തോന്നുന്നത്. ഹീ സർക്കിൾഡ് ദ ക്ലിയറിങ്, അവിടെ ഒഴിഞ്ഞ ഏരിയ, ക്ലിയറിങ്ങിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഹീ സർക്കിൾഡ് ദ ക്ലിയറിങ്, ആ ഒഴിഞ്ഞ ഏരിയയിലൊക്കെ എന്താണ്, അവൻ ഇങ്ങനെ റൗണ്ട് ചെയ്തു. സർക്കിൾ എന്ന് പറഞ്ഞാൽ റൗണ്ട് എന്നാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റി തിരിഞ്ഞു നോക്കി. ദർ വാസ് നോ സൗണ്ട്, അവിടെ ഫോണിൻ്റെ ഒരു സൗണ്ടും ഇല്ല. നോ സൈൻ, ഒരു അടയാളം പോലും ഇല്ല. ദ ബസാർഡ്സ് ക്ലാക്കഡ് ദിയർ വിങ്സ്. ക്ലാക്കഡ് എന്ന് പറഞ്ഞാൽ പക്ഷിക്ക് അങ്ങനെ ചിറകടിക്കുക, ക്ലാക്കഡ്. അപ്പുറത്തിരിക്കുന്ന ആ ബസാർഡൊക്കെ അവൻ വടി എറിഞ്ഞപ്പോൾ അപ്പുറത്തെ മരത്തുമ്പോൾ പോയിരിക്കുകയാണല്ലോ. ദ ബസാർഡ്സ് ക്ലാക്കഡ് ദിയർ വിങ്സ്, അവരുടെ ചിറകിങ്ങനെ അടിക്കുകയാണ്. കാരണം എന്താ, ഇംപേഷ്യൻ്റ് ടു റിട്ടേൺ ടു ദിയർ ബിസിനസ്. അവർക്ക് ക്ഷമയില്ല, ഇംപേഷ്യൻ്റ്, അവർ ക്ഷമ കെട്ടു. ടു റിട്ടേൺ ടു ദിയർ ബിസിനസ്, അവരുടെ പണി എന്താ, ആ ശവം തിന്നല്ലേ, അവിടേക്ക് വരാനുള്ള ഇങ്ങനെ ക്ഷമ കെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ജോഡി ഉണ്ടായതുകൊണ്ട് ഒരു വരാക്കുക. അപ്പം മറ്റേ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ബസാർഡുകളൊക്കെ എന്താണ്, ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ അവർക്ക് ക്ഷമ കെട്ടണം, അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചിറകടിക്കുന്നുണ്ട്. ഹീ റിട്ടേൺ ടു ദ സ്പോട്ട്. ഹീ റിട്ടേൺ ടു ദ സ്പോട്ട്, നമ്മളെ ജോഡി അതേ സ്പോട്ടിലേക്ക് തിരിച്ചു എത്തു. വേർ ദ ഫോൺ ഹാഡ് എമേർജ്ഡ്. എമേർജ്ഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മൾ അവനെ കണ്ടത്, എമർജ്ഡ് എന്ന് പറഞ്ഞാൽ ഉത്ഭവിക്കുക എന്നല്ലേ. അപ്പോൾ ആ ഡോനെ കൊന്ന സമയത്ത് എവിടെയാണോ കണ്ടത് നമ്മൾ, എമർജ്ഡ് പറഞ്ഞാൽ എവിടെയാണോ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ നമ്മൾ കണ്ടത്. ആൻഡ് ഡ്രോപ്പ്ഡ് ഓൾ ഓൺ ഫോഴ്സ്. ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വീഴുക. അപ്പോൾ ഡോനെ കൊന്ന സമയത്ത് 4 കാലിൽ വീണ ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഒന്നുകൂടി, ആ സ്ഥലത്തേക്ക് ഇവിടെ പറഞ്ഞ ഡ്രോപ്പ്ഡ് ഓൺ ഓൾ ഫോർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ വീകുമ്പോൾ 4 കാലിലല്ലേ വീഴുക. അപ്പോൾ മദറിനെ കൊന്നപ്പം ഈ കുട്ടി അന്ന് പെട്ടെന്ന് എന്താണ് എടുത്തുള്ളത്, 4 കാലിൽ ഇങ്ങനെ ചാടി അവിടെ വന്ന് വീണിരുന്നു. അതാണ് എമർജ്ഡ് പറഞ്ഞാൽ രൂപം കൊണ്ടു, അല്ലെങ്കിൽ ഡ്രോപ്പ്ഡ് ഓൺ ഓഫ് ഓൾ ഫോർസ്. എന്നിട്ട് അവിടെ 4 കാലിൽ അവിടെ വീണ ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക്, ആ സ്പോട്ടിലേക്ക് ജോഡി ഒന്നും കൂടി തിരിച്ചു വന്നു. എന്നിട്ട് ഇങ്ങനെ അവിടുത്തെ മണലൊക്കെ പരിശോധിക്കുക. സ്റ്റഡിങ് ദ സാൻഡ്, അവിടുത്തെ മണലുകളൊക്കെ ഒന്ന് പഠിച്ചു. ഫോർ ദ സ്മോൾ ഹൂഫ് പ്രിൻസ്, ചെറിയ ഫൂട്ടിൻ്റെ, ചെറിയ കാൽപാദങ്ങളുടെ പ്രിൻ്റ് അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിച്ചു. ദ നൈറ്റ്സ് റെയിൻ ഹാഡ് വാഷ്ഡ് അവേ, പക്ഷേ രാത്രിയിലെ മഴ ഹാഡ് വാഷ്ഡ് അവേ, അത് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്, വാഷ്ഡ് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഓൾ ട്രാക്സ്, എല്ലാ ഫുട് പ്രിൻറ്റുകളും, ട്രാക്ക് പറഞ്ഞ ഫുട് പ്രിൻറ്റ്, എല്ലാ എന്താണ് ഫുട് പ്രിൻറ്റുകളും, പാദം പതിഞ്ഞ ആ അടയാളങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് കൃത്യമായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എക്സെപ്റ്റ് ദോസ് കാറ്റ് ആൻഡ് ബസാർഡ്, അവിടെ നേരത്തെ പറഞ്ഞ കാറ്റിൻ്റെയും ബസാർഡിൻ്റെയും ആ അടയാളം അല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ കാട്ടുക, എങ്ങനെ കണ്ടെത്താൻ പറ്റുമോ നോക്കാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മൂവ്മെൻറ്റ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം സ്റ്റാർട്ടൽഡ് ഹിം സോ ദാറ്റ് ഹീ ടംബിൾഡ് ബാക്ക്വേർഡ്. മൂവ്മെൻറ്റ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മൂവ്മെൻറ്റിൽ അവങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കുറ്റിക്കാട്ടിൽ. ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ആര്, സ്റ്റാർട്ടൽഡ് ഹിം, അവന് സർപ്രൈസായി. സോ ദാറ്റ് ഹീ ടംബിൾഡ് ബാക്ക്വേർഡ്, അതിൻ്റെ മുമ്പിലൊരു സാധനം, അവൻ ഹീ സ്റ്റാർട്ടഡ്, ഹീ സർപ്രൈസ്ഡ് ആൻഡ് ഹീ ടംബിൾഡ് ബാക്ക്വേർഡ്, ഒന്ന് ബാക്കിക്ക് വീണു.
പെട്ടെന്ന് ഓൻ എന്തോന്നിനെ കണ്ടു. എന്താ കണ്ടത്? മൂവ്മെൻറ്റ്. അവൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ, മൂവ്മെൻറ്റ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ സ്റ്റാറ്റിൽഡ് ഹിം, അവൻ സർപ്രൈസായി. സോ ദാറ്റ് ഹീ ടംബിൾഡ് ബാക്ക്വേർഡ്. അപ്പോൾ സർപ്രൈസ് ചെയ്തവൻ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മാറി. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ്. ഫോണ്, അപ്പോൾ അവനവിടെ ഫോണിനെ കണ്ടു. കണ്ടതിന് ശേഷമുള്ള അവസ്ഥ പറയാൻ, ദ ഫോൺ, നമ്മളുടെ ആ മാൻപേട, ലിഫ്റ്റഡ് ഇറ്റ്സ് ഫേസ്, അവൻ്റെ മുഖം ഇങ്ങനെ വല്ല ഉയർത്തി, ടു ഹിസ്, നമ്മളെ ജോഡിൻ്റെ മുഖത്തേക്ക് ഉയർത്തി. ഇറ്റ് ടേൺഡ് ഇറ്റ്സ് ഹെഡ്, തല ഇങ്ങനെ വല്ല തിരിച്ചു. വിത്ത് എ വൈഡായിട്ടൊന്നും ഇങ്ങനെ തിരിച്ചു. വണ്ടറിങ് മോഷൻ, ഒരു അത്ഭുതത്തോട് കൂടിയിട്ടുള്ള ചലനം. ആൻഡ് ഷുക്ക് ഹിം, ഒന്ന് തല ഇങ്ങനെ ആട്ടി. ഷെയ്ക്ക് ഷുക്ക് അല്ലേ, ഒന്നിങ്ങനെ ആട്ടി. ഷെയ്ക്ക് ഹിം, അവനോട് ഇങ്ങനെ തല ഒന്നിങ്ങനെ നല്ല എന്താ പറയുക, സർപ്രൈസ് ആയിട്ട്, വണ്ടറായിട്ട് ഒന്നിങ്ങനെ തല താട്ടി. ത്രൂ വിത്ത് സ്റ്റാർ ഓഫ് ഹിസ് ലിക്വിഡ് ഐസ് അല്ലേ. നമ്മളെ സ്റ്റാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ. ഞാൻ വിട്ടു. അതാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറിച്ചു നോക്കുക. ലിക്വിഡ് ഐസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാൻപേട അല്ലേ, മാൻപേടയുടെ കണ്ണുകൾ അല്ലേ, കലമാൻമീയുള്ള എന്ന് പറയില്ല. അപ്പം മാൻപേടയുടെ കണ്ണ് പറഞ്ഞാൽ നല്ല ലിക്വിഡായിട്ട് നല്ല രസമുള്ള കണ്ണാണ്. അപ്പം എന്താണ്, വണ്ടറിങ് മോഷൻ, നല്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു ചലനത്തോടു കൂടെ. ആൻഡ് ഷെയ്ക്ക് ഹിം, അവന് ഷുക്ക് ഹിം എന്ന് പറഞ്ഞാൽ തലയാട്ടി. വിത്ത് ദ സ്റ്റാർ ഓഫ് ഇറ്റ്സ് ലിക്വിഡ് ഐസ്, അവൻ്റെ ആ ലിക്വിഡ് ഐസ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള കണ്ണ് എന്നാണ്, പക്ഷെ നമുക്ക് മാൻപേടയുടെ കണ്ണ് എന്ന് ഉദ്ദേശിക്കാം. ലിക്വിഡ് ഐസ് എന്ന് പറഞ്ഞാൽ ആ കണ്ണിനെ വിശേഷിപ്പിച്ചതാണ്. ആ കണ്ണ് കൊണ്ട് ഒരിങ്ങനെ തുറിച്ചു നോക്കിയിട്ട് അങ്ങനെ ആ തലമെല്ലാം ഇങ്ങനെ ആട്ടി. മനസ്സിലായോ? ഇറ്റ് വാസ് ക്യൂറിങ്, ആ മാൻപേട ഒന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് മെയ്ഡ് നോ എഫേർട്ട് ടു റൈസ് ഓർ റൺ, എന്നെ കണ്ടപ്പോൾ ഒന്ന് ഓടാനോ അതല്ലെങ്കിൽ ഒന്ന് റൈസ് ചെയ്യാനോ ചാടാനോ ഒന്നും ശ്രമിച്ചില്ല. ഇറ്റ് മെയ്ഡ് നോ എഫേർട്ട്, ഒന്നും ശ്രമിച്ചില്ല, എഫേർട്ടൊന്നും എടുത്തില്ല. ടു റൈസ്, ഒന്ന് ചാടാനോ അല്ലെങ്കിൽ ഒന്ന് ഉയരാനോ, ഓർ റൺ, ഓടാനോ. ഇവിടെ റൈസ് നമ്മൾ ചാടാൻ നടത്താൻ വെക്കാം. ഉയരാനോ ഒന്നും ശ്രമിച്ചില്ല. ജോഡി കുഡ് നോട്ട് ട്രസ്റ്റ് ഹിംസെൽഫ് ടു മൂവ്. ജോഡി കുഡ് നോട്ട് ട്രസ്റ്റ്, നമുക്ക് ഓനെ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ഹിംസെൽഫ് ടു മൂവ്, നമുക്ക് എന്താ പറയുക, ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യാൻ പോലും സാധിച്ചില്ല. അതിങ്ങനെ കണ്ട സന്തോഷത്തിലാണ്. ഹി വിസ്പേർഡ്, വിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, തുടച്ചു അല്ലേ. അപ്പോൾ ഹി വിസ്പേർഡ്, അവങ്ങനെ തുടച്ചു. ഇറ്റ് ഈസ് മീ, ഇത് ഞാനാ. എന്നിട്ട് ആ മാനിനെ ഇങ്ങനെ തലോടിക്കൊണ്ട്, വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ തലയിൽ ഇങ്ങനെ തലോടുക എന്ന് പറയാം. ഇറ്റ് ഈസ് മീ, ഇത് ഞാനാ. ദ ഫോൺ ലിഫ്റ്റഡ് ഇറ്റ്സ് നോസ്, അപ്പോൾ നമ്മളെ മാൻപേട അതിൻ്റെ മൂക്ക് ഇങ്ങനെ വല്ല ഉയർത്തി. സെൻഡിങ് ഹിം, എന്നിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്തു. സ്മെല്ല് ചെയ്യുക, വാസനിച്ചു. ആരെ? ജോഡിയെ. ഹി റീച്ച്ഡ് ഔട്ട് വൺ ഹാൻഡ് ആൻഡ് ലേഡ് ഇറ്റ് ഓൺ ദ സോഫ്റ്റ് നെക്ക്. നമ്മളെ ജോഡി റീച്ച്ഡ് ഔട്ട് വൺ ഹാൻഡ്, ഒറ്റ കൈ എന്താണ്, റീച്ച്ഡ് എത്തിപ്പിടിച്ചു. ആൻഡ് ലേഡ് ഇറ്റ് ഓൺ ദ സോഫ്റ്റ് നെക്ക്, എന്നിട്ട് ആ ഫോട്ടോത്ത് കാണുന്ന പോലെ ഒറ്റ കൈ കൊണ്ട് അവിടെ എത്തിച്ചിട്ട് അവൻ്റെ നെക്കിൽ മെല്ലെ ഇങ്ങനെ പിടിച്ചു. ദ ടച്ച് മെയ്ഡ് ഹിം ഡെലിറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വളരെ എക്സ്ട്രീംലി എക്സൈറ്റഡ്, വളരെ ഹാപ്പിയാക്കി. എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി എക്സൈറ്റ്, വളരെ സന്തോഷം ആക്കുക എന്നുള്ളതിനർത്ഥം. ദ ടച്ച് മെയ്ഡ് ഹിം ഡെലിറിയസ്, അവനെ വളരെ എക്സൈറ്റ് ആക്കി, നല്ല സന്തോഷമുള്ളവനാക്കി. ഹി മൂവ്ഡ് ഫോർവേഡ് ഓൺ ഓൾ ഫോർസ്. ഹി എന്ന് പറഞ്ഞാൽ മാൻപേട മൂവ് ചെയ്തു, ഫോർവേഡ് മുന്നോട്ട്, ഓൺ ഓൾ ഫോർസ് അവൻ്റെ 4 കാലിലും, അൺടിൽ ഹി വാസ് ക്ലോസ് ബിസൈഡ് ഇറ്റ്. 4 കാല് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു. എന്നിട്ട് ഹി വാസ് ക്ലോസ് ബിസൈഡ് ഇറ്റ്, നമ്മളുടെ ജോഡിയുടെ അടുത്തേക്ക് എത്തുന്നവരെ എന്താണ്, കുറച്ചും കൂടി ഇങ്ങനെ മുമ്പോട്ട് മൂവ് ചെയ്തു. ഹി പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ഹിസ് ബോഡി, അവൻ്റെ ബോഡിക്ക് അവൻ്റെ കൈ അവൻ്റെ ബോഡിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു. എ ലൈറ്റ് കൺവുൾഷൻ, ഒരു നേരിയ വിറയൽ, സന്തോഷം കൊണ്ട് ഇങ്ങനെ നേരിയ ഒരു വിറയൽ. പാസ്ഡ് ഓവർ ഇറ്റ്, കടന്നുപോയി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റിർ, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല,
ഇറ്റ് ഡിഡ് നോട്ട് സ്റ്റിർ, അത് മൂവ് ചെയ്തിട്ടില്ല. മൂവ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ നമ്മളെ ഒരു വിറയലുണ്ട് ആ മാൻപേടക്ക് ഞാൻ അങ്ങനെ തൊട്ട സമയത്ത്. ബട്ട് ഇറ്റ് നോട്ട് സ്റ്റിർ, അതെന്ത് ചെയ്തില്ല, മുന്നോട്ട് സഞ്ചരിച്ചില്ല. അപ്പോൾ മാൻപേടയെ കിട്ടി, മാൻപേടയെ തലോടി. ഇനി എന്താ ഉണ്ടാവുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അർത്ഥങ്ങളൊക്കെ സൈഡിലുണ്ട് കേട്ടോ. ഞാൻ സൈഡിലില്ലാത്ത അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ സംസാരത്തിൽ നിന്ന് കേട്ടെഴുതണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.